ബാഴ്സലോണയ്ക്ക് അടുത്തൊരു പണി വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് സൈഡ് റൂള് മാറിയതിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള ഡിബേറ്റ്സും കാര്യങ്ങളും പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ അത് ബാഴ്സലോണയ്ക്ക് പണി ആവില്ലേ എന്നുള്ളത്. ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 8ന്റെ പണിയായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ കൂടുക എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. എങ്ങനെ ബാഴ്സലോണയ്ക്ക് പണിയാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാലോ, നഖം കൊണ്ടെങ്കിലും ഓഫ് സൈഡ് ട്രാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് ബാഴ്സലോണ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് സൈഡ് വെച്ച് നമ്മൾ പല മാച്ചുകളെയും വിൻ ചെയ്ത ചരിത്രമുള്ള ബാഴ്സലോണയ്ക്ക് എസ്പെഷ്യലി ഒരു കംപ്ലീറ്റ്, അതായത് നമ്മുടെ ടീമിൻ്റെ നിന്നും കംപ്ലീറ്റ് ആയിട്ട് മാറി നിന്നാൽ മാത്രമേ ഇനി ഓഫ് സൈഡ് വരുള്ളൂ എന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാര്യമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലെന്നറിയില്ല. ഒപ്പോണൻറ്റിനെക്കാളും നമ്മുടെ എൻറ്റയർ ബോഡി ഓഫ് സൈഡ് പൊസിഷനിലാണെങ്കിൽ മാത്രമേ ഇനി ഓഫ് സൈഡായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ എന്തായാലും ഇപ്പോൾ ഞാൻ പലയിടത്തും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതൊക്കെ ലാലിഗയിലും ബുണ്ടസ് ലീഗയിലും മറ്റ് ലീഗുകളിലും ഒക്കെ ഈ പറയുന്ന പോലെ തന്നെ ഒരു 2025 മിഡ് സീസൺ ആകുമ്പോഴേക്കുമേ വരുള്ളൂ. പക്ഷേ ഫിഫ അപ്രൂവ് ചെയ്തു. ഇനി കാര്യങ്ങൾ കുറച്ച് കഷ്ടമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോളിന് ഇഷ്ടമുള്ളവർക്ക് ഇനി കുറച്ചും കൂടെ ഗോൾ സ്കോറിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് കാണാൻ പറ്റുമെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് കറോ.